നമസ്കാരം. എൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടാകും. നമ്മളിന്ന് ആർട്സ് ആൻഡ് കൾച്ചറിൽ ഈ എക്സാമിനേഷൻ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ സോഴ്സും റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, അടുത്ത സ്റ്റേജ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ടതാണ്. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം, സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, ആ ഏരിയ നിങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ്: ദുരവസ്ഥ, കരുണ, ചണ്ടാല ഭിഷുകി, വീണപൂവ്. അപ്പം നാലും ആശാന്റെ കൃതികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കൃതികളായിരിക്കും. ഈ വരികൾ നമുക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ. പക്ഷേ ഏത് കൃതിയിലെ വരികളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അവിടെ നമ്മൾ കൃത്യമായിട്ട് ഏത് കൃതിയിലെ വരികളാണെന്ന് കൂടെ അറിയണം. അപ്പോൾ ഈ എഴുത്തുകാർ അവരുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ, അതിൽ ഫേമസ് ആയിട്ടുള്ള വരികളൊക്കെ PSC പലതവണയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വരികളുമാണ്. കൃതി ഏതാണ്? റൈറ്റ് ആൻസർ വന്നിട്ട് ഇത് ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. ആശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. അപ്പോൾ കുമാരനാശാൻ 1924 ആശാൻ അന്തരിക്കുന്നത്. അപ്പോൾ 2024 ആയപ്പോൾ 100 വർഷം എത്തി അല്ലേ? ആ സമയം തൊട്ട് നമുക്ക് കുമാരനാശാന്റെ ചോദ്യങ്ങൾ, ആശാനോട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 100-ാം വർഷം, കഴിഞ്ഞ വർഷമാണല്ലോ 100-ാം വാർഷികം വരുന്നത്, ചരമവാർഷികം വരുന്നത്. അപ്പോൾ ആശാനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോകാം. കുമാരനാശാന്റെ ജന്മസ്ഥലവും വർഷമൊക്കെ നമ്മൾ അറിയണം. തിരുവനന്തപുരം ജില്ലയിൽ കായിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 1873 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് കുമാരനാശാൻ ജനിച്ചത്. ഓക്കെ, അപ്പോൾ എവിടെ ജനിച്ചു? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ്. എന്നാണ്? 1873 ഏപ്രിൽ 12-നാണ്. ഏപ്രിൽ 12, 1873. ഓക്കെ, കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച വർഷം 1891. ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിനെ പറ്റിയിട്ടും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ്. ഇവിടെ ആശാനും ഗുരുവുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ചോദ്യം കൂടി ആയതുകൊണ്ട് ആ ചോദ്യത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? ആ വർഷം 1891. 1873 ജനനവർഷം. 1891 കുമാരനാശാൻ ഗുരുവിൻ്റെ ശിഷ്യനായി. ഇനി കുമാരനാശാൻ തർജ്ജമ ചെയ്ത നാടകം പ്രബോധ ചന്ദ്രോദയം. ആശാൻ തർജ്ജമ ചെയ്ത നാടകമാണ് പ്രബോധ ചന്ദ്രോദയം. ആശാൻ രചിച്ച നാടകമാണ് വിചിത്ര വിജയം. 2 നാടകമുണ്ട്. പ്രബോധ ചന്ദ്രോദയം ആശാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതും ആശാൻ എഴുതിയ നാടകം ഏതാണ്? വിചിത്ര വിജയവുമാണ്. കുട്ടികൾക്ക് വേണ്ടി ആശാൻ എഴുതിയ ലഘു കവിതാ സമാഹാരം ഏത്? പുഷ്പവാടി. പുഷ്പവാടി കുട്ടികൾക്ക് വേണ്ടി ആശാൻ എഴുതിയ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, അതാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. പുഷ്പവാടി ഒന്ന് കൺഫേം ചെയ്യണേ, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. കുട്ടികൾക്ക് വേണ്ടി ആശാൻ എഴുതിയ ലഘു കവിതാ സമാഹാരമാണ് പുഷ്പവാടി. ഓക്കെ, ഇനി ആശാന്റെ മലയാളത്തിലെ ആദ്യത്തെ ഫ്യൂച്ചറിസ്റ്റിക് കാവ്യം എന്ന് പറഞ്ഞതാണ് ദുരവസ്ഥ. മലയാളത്തിലെ ആദ്യത്തെ ഫ്യൂച്ചറിസ്റ്റിക് കാവ്യമാണ് ദുരവസ്ഥ. ആശാന്റെ ഏക റിയലിസ്റ്റിക് കവിതയാണ് ഏത്? ദുരവസ്ഥ. അത് റിയലിസ്റ്റിക് കവിതയാണ്. ആശാന്റെ ആദ്യത്തെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ വീണപൂവാണ്. ആദ്യത്തെ കൃതി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ്. ആശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. ഓക്കെ, ഇനി ആശാന്റെ കൃതികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. വീണപൂവ് ആശാൻ എഴുതിയത് 1907-ലാണ്. 1907-ലാണ് ആശാൻ വീണപൂവ് എഴുതുന്നത്. ഒരു സിംഹപ്രസവം എന്ന കൃതി 1909 എഴുതി. നളിനി ഫേമസ് ആയിട്ടുള്ള ആശാന്റെ കൃതികളാണ്. നളിനി, ലീലയൊക്കെ. നളിനി 1911, അത് കഴിഞ്ഞിട്ട് 14 ലീല വന്നു. ബാലരാമായണം 1916, ശ്രീബുദ്ധചരിതം ആശാന്റെ ഒരു വിവർത്തനമാണ് 1915. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ 1918, പ്രരോദനം 1919. കുറച്ച് കൃതികൾ കൊണ്ട് തന്നെ ആശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീരുകയുണ്ടായി. അത്രയും ആ എഴുതിയ കൃതികൾ അത്രയും ഫേമസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വീണപൂവ് ആശാന്റെ ഫേമസ് ആയിട്ടുള്ള ഖണ്ഡകാവ്യമാണ്, അവാർഡൊക്കെ കിട്ടിയ ഖണ്ഡകാവ്യമാണ്. ദുരവസ്ഥ, ചണ്ടാല ഭിഷുകി, കരുണ, നളിനി, അങ്ങനെ കുറേ കൃതികൾ ആശാന്റെ ഫേമസ് ആണല്ലോ. ചിന്താവിഷ്ടയ സീതയൊക്കെ. ദെൻ ചിന്താവിഷ്ടയ സീത 1919, പുഷ്പവാടി 22, ദുരവസ്ഥ 22, ചണ്ടാല ഭിഷുകി 22. 22 ആശാന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് ഇതൊക്കെ. ഏതാണ്? പുഷ്പവാടി, അതുപോലെ തന്നെ ദുരവസ്ഥ, ചണ്ടാല ഭിഷുകി. ഇത് 3:22 പുഷ്പവാടി, ദുരവസ്ഥ, ചണ്ടാല ഭിഷുകി. ദെൻ കരുണ ആശാന്റെ ഏറ്റവും ലാസ്റ്റത്തെ കൃതിയാണ് കരുണ 23. പിന്നെ മണിമാല, വനമാല ഇത് 23 എഴുതി 24 പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് ലാസ്റ്റ് എഴുതിയ കൃതികളിൽ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് കരുണ. ദെൻ മണിമാല, വനമാല. ഇത്രയൊക്കെയാണ് ആശാന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി
ആശാന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയിലെ വരികളാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ആശാന്റെ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള വരികൾ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ. എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആയിരിക്കാം ചിലപ്പം. കൃതി എങ്ങനെയാണ്? ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ, ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ഏത് കൃതിയിലെ വരികളാണ്? ഇപ്പോൾ ഒരു പുഷ്പത്തെ പറ്റിയിട്ടാണ് അല്ലെ, ഒരു പൂവിനെ പറ്റിയിട്ടാണ്. എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കെ എന്ന് പറഞ്ഞിട്ട് വീണ് കിടക്കുന്ന പൂവിനോട് ചോദിക്കണം. ഇപ്പൊ വീണ് കിടക്കുകയാണല്ലോ നീ നേരത്തെ രാജ്ഞിയെ പോലെ. അപ്പൊ അത് കണക്ട് ചെയ്യണം. പൂവായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പേര് കിട്ടും. ഏതാണ്? വീണപൂവ് എന്ന കൃതിയിലെ വരികളാണ്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. വരികൾ കേൾക്കുമ്പോൾ നമുക്ക് കൃതി അറിയാൻ പറ്റണം. അടുത്തത്, തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. ഇത് ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർദ്ധശങ്കയാൽ. മറ്റൊരു കൃതിയിലെ വരികളാണ്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. അപ്പം മറ്റുള്ള പരന് ഉള്ളു കാട്ടുവാനായിട്ട് തന്നതില്ല ഒന്നുമേ നരന് ഉപായം, ഒരു ഉപായവും തന്നിട്ടില്ല. ഇന്ന് ഭാഷ ഇത് അപൂർണമാണ് എന്ന് പറയുന്ന ഒരു അർത്ഥമൊക്കെ വരുന്ന ഇത് ഏത് കൃതിയാണ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കണേ. ഉള്ളിലുള്ളത് കാട്ടാനായിട്ട് വേറെ ഉപായമൊന്നുമില്ല. ഇന്ന് ഭാഷ അപൂർണമാകുന്നു അല്ലേ. വന്നു പോം പിഴയും അർദ്ധശങ്കയാൽ, അർദ്ധശങ്കയിൽ തെറ്റ് വന്നു പോകും എന്നൊക്കെ പറയുന്നത് നളിനി എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ്. അപ്പൊ നളിനി എന്ന് പറയുന്ന ആശാന്റെ കൃതിയിലെ വരികളാണ് തന്നതില്ല പരനുള്ളു കാട്ടുവാൻ എന്ന് തുടങ്ങുന്നത് കേട്ടോ. അടുത്തത്, അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ജ്ഞാനഹോ. അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ജ്ഞാനഹോ. ഇത് ആശാന്റെ കരുണ എന്ന കൃതിയിലെ വരികളാണ് കേട്ടോ. അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു ജ്ഞാനഹോ കരുണയിലെ വരികളാണ്. ഓക്കെ, ഇനി പ്രശസ്തമായിട്ടുള്ള മറ്റ് ചില കവികളുടെ വരികൾ, കൃതികൾ നമുക്കൊന്ന് നോക്കി പോകാം. എന്താണെങ്കിലും, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. മോഹം എന്ന് പറഞ്ഞ കൃതിയാണ് എഴുതിയിട്ടുള്ളത് ONV ആണ്. ഫേമസ് ആണ്. ONV കുറിപ്പിന്റെ മോഹം എന്ന കൃതിയിലെ വരികളാണ്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, കൃതി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. വന്ദിപ്പിൻ മാതാവിനെ എന്ന് തുടങ്ങുന്നത് വള്ളത്തോൾ നാരായണമേനോന്റെ മാതൃവന്ദനം കേട്ടോ. വന്ദിപ്പിൻ മാതാവിനെ എന്ന് തുടങ്ങുന്ന വള്ളത്തോളിന്റെ ഒരു കൃതിയുണ്ട്. ഏതാണ്? മാതൃവന്ദനം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷതൻ അല്ലെ. മറ്റുള്ള ഭാഷകളൊക്കെ വളർത്തമ്മമാരാണ്, മർത്യന് പെറ്റമ്മ തൻ ഭാഷ എന്ന് പറയുന്ന വള്ളത്തോളിന്റെ തന്നെ മറ്റൊരു കൃതിയാണ്. ആ കൃതിയുടെ പേര് എൻ്റെ ഭാഷ എന്നാണ്. നമ്മുടെ ഭാഷാ ദിനത്തിലൊക്കെ ഈ വരികളൊക്കെ എല്ലാവരും പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ. ഏതാണ്? ആശാനല്ല, വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്ന് പറഞ്ഞ കൃതിയിലെ വരിയാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, SAT ടെക്സ്റ്റ് ബുക്കിലുള്ള വരിയാണ്. ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ വരിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ വരികളാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഓക്കെ, ഇനി ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ അല്ലേ. ഇങ്ങനെ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ ഒരുമിച്ചല്ല, ഒറ്റയ്ക്കാണ്. പിന്നെ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ഈ വരികൾ എഴുതിയിട്ടുള്ളത് ആരാണ്? പൂന്താനം. പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജ്ഞാനപ്പാനയിലെ വരികളാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ വരികളാണ്. ഓക്കെ, അടുത്തത്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അതും പൂന്താനത്തിൻ്റെ തന്നെ ജ്ഞാനപ്പാനയിലെ വരികളാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ഇതും പൂന്താനത്തിൻ്റെയാണ്, ജ്ഞാനപ്പാനയിലെ വരികളാണ്. ഓക്കെ, നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. നാട്യപ്രധാനം നഗരം
ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആരുടെ വരികളാണിത്? ഇത് കുറ്റിപ്പുറം. കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കൃതിയിലെ വരികളാണ്. അപ്പം നാട്യപ്രധാനം, നഗരം, ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. നാട്ടിൻപുറത്തിന് നന്മകൾ പറയുമ്പോൾ കൃതിയുടെ പേര് ഗ്രാമീണ കന്യക. കണക്ട് ചെയ്യണം കേട്ടോ. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണേൻ പരാജയം. ആരുടെ വരികളാണ്? ഈ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണേൻ പരാജയം എന്ന വരികൾ എഴുതിയിട്ടുള്ളത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇരുളിൽ എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ്. എന്താണ്? കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണേൻ പരാജയം. ചങ്ങമ്പുഴയുടെ ഇരുളിൽ എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന വരികളാണ് അല്ലേ? കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ആരുടെ വരികളാണ്? ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കൃതിയിലെ വരികളാണ്. ഇടശ്ശേരിയുടെ പണിമുടക്കത്തിലെ വരികളാണ്. പണിമുടക്കാണ് കേട്ടോ. കുഴിവെട്ടി മൂടി വേദനകളൊക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുതികൊള്ളുക ശക്തിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലേ? പണിമുടക്കം എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു പ്രാർത്ഥനയായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആര്? പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മയുടെ ദൈവമേ കൈതൊഴാം എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ. പിറക്കാതെ ഇരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ. മൊത്തം സങ്കടമാണല്ലേ? പിറക്കാതിരുന്നെങ്കിൽ. കണ്ണീരാണ്. കണ്ണീർ പാടമാണ് കൃതി എഴുതിയിട്ടുള്ളത് വൈലോപ്പിള്ളി കേട്ടോ. കണക്ട് ചെയ്യണേ. കണ്ണീർ പാടം വൈലോപ്പിള്ളി. ഏതു ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ആരുടെ വരികളാണ്? ആ ഗ്രാമത്തിൻ്റെ വെളിച്ചവും മണവും മമതയും കൊന്നപ്പൂവും ഒക്കെ മനസ്സിലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ആരുടെ വരികളാണ്? വൈലോപ്പിള്ളിയുടെയാണ്. വിഷുക്കണി എന്ന് പറഞ്ഞ കൃതിയിലെ കൊന്നപ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? വിഷുക്കണിയാണ് വൈലോപ്പിള്ളിയുടെ വിഷുക്കണി. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ആരുടെ വരികളാണ്? കടമനിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ആരുടെയാണ്? കടമനിട്ടയുടെ കുറത്തി എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ചിന്താവിഷ്ടിയായ സീത കുമാരനാശാന്റെയാണ് അല്ലേ? അത് കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലേ പറയുന്നത്. ഒരു വേള പഴക്കമേറിയാലും എന്ത് സംഭവിക്കും? ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്ന് പറഞ്ഞ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന വരികളാണ് ആശാന്റെ ചിന്താവിഷ്ടിയായ സീതയിലെ വരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. ഏതാണ്? ദുരവസ്ഥയിലെ വരികൾ അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. ആശാന്റെ ദുരവസ്ഥയിലെ വരികളാണ്. ഓക്കെ. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഏതാണ്? വീണപൂവാണ്. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശപ്പിന്നു വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. ആശാന്റെ കരുണയിലെ വരികളാണ്. ഓക്കെ. കരുണ എന്ന് പറഞ്ഞ വാസവദത്തയുടെയും ഉപഗുപ്തന്റെയും കഥ പറയുന്ന കരുണ എന്ന കൃതിയിലെ വരികളാണ്. അതായത് നമുക്ക് വിശപ്പിന് ഇഷ്ടംപോലെ വിഭവങ്ങൾ അത് വെറുപ്പോളം നമ്മൾ കഴിച്ചു വയറ് നിറഞ്ഞിരുന്നാൽ പോലും വിശിഷ്ട ഭോജ്യം എന്തെങ്കിലും കണ്ടാൽ ആർക്കാണെങ്കിലും കൊതി വരില്ലേ എന്ന് വാസവദത്തയ്ക്ക് ഉപഗുപ്തനോടുള്ള അനുരാഗം പറയുന്ന ഒരു വരികളാണത് കേട്ടോ. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം നശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണെങ്കിൽ കൊതിയാമാർക്കും. വാസവദത്തയ്ക്ക് ഉപഗുപ്തനോടുള്ള ഒരു കൊതിയാണെന്ന് കണക്ട് ചെയ്യണം. കൃതി കരുണയാണ്. ഓക്കെ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആശാന്റെ നളിനിയിലെ വരികളാണ്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. അപ്പോൾ നമ്മുടെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്നത് ആശാന്റെ ദുരവസ്ഥയിലെ വരികളാണ്. ഹാ പുഷ്പമേ എന്നുള്ളത് വീണപൂവിലെ വരികളാണ്. അതുപോലെ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് സ്നേഹത്തെ പറ്റിയിട്ട് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ആശാന്റെ നളിനിയിലെ വരികളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ വരികൾ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. ആരുടെയാണ് കിട്ടുന്നുണ്ടോ, ഏത് കൃതിയാണ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ആശാന്റെ പ്രധാനപ്പെട്ട കൃതികളും പ്രധാനപ്പെട്ട വരികളും ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക്
അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഏത് അനുഷ്ഠാന കളിയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഒരു അനുഷ്ഠാന കളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മുടെ കലകളിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഏത് അനുഷ്ഠാന കളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? തെയ്യം, പൂരം, പടയണി, ഗരുഡൻ തൂക്കം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. റൈറ്റ് ആൻസർ പടയണിയാണ്. പടയണി. ഇപ്പോൾ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകൾ നമുക്കൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. തിറ കേട്ടിട്ടുണ്ടോ? തിറ ദേവതകളെ പ്രീതിപ്പെടുത്താനുള്ള കോലമാണ്. കോലം. പടയണിയിലെ പോലെ ദേശവാസികളുടെ മൊത്തം പങ്കാളിത്തത്തോടെയാണ് വടക്കൻ കേരളത്തിലും കോലങ്ങൾ. അപ്പോൾ വടക്കൻ കേരളത്തിലാണ് ഫേമസ് ആയിട്ടുള്ള ഒരു അനുഷ്ഠാന കളിയാണ് തിറ എന്ന് പറഞ്ഞിട്ട്. അതിൽ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കോലം കെട്ടിയിട്ടാണ്. കോലം കെട്ടുന്നതാണ് പടയണിനെ പോലെ തന്നെ ആ ദേശവാസികളുടെ മൊത്തം പങ്കാളിത്തത്തോടു കൂടിയിട്ട് എവിടെയാണ്? വടക്കൻ കേരളത്തിലാണ് ഈ തിറ എന്ന് പറയുന്ന ഒരു കല നമ്മൾ കാണുന്നത്. ഓക്കെ. ഇനി തെയ്യം എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്താണ്, വടക്കൻ ജില്ലകളിലാണ്, കണ്ണൂർ, കാസർഗോഡ് സൈഡിലൊക്കെയാണ് തെയ്യം ഏറെ പ്രചാരത്തിലുള്ളത്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുടിയേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെക്കൻ കേരളത്തിലും കൊച്ചിയിലും പൊതുവെ അനുഷ്ഠിക്കുന്ന ഒരു കളിയാണ്. തെക്കൻ കേരളത്തിൽ, സൗത്ത് കേരളത്തിലാണ് കേട്ടോ. തെയ്യം അങ്ങോട്ട് നോർത്ത് കേരളത്തിലാണെങ്കിൽ ഇവിടെ മുടിയേറ്റ് വന്നിട്ട് തെക്കൻ കേരളത്തിലും പിന്നെ കൊച്ചിയിലും അനുഷ്ഠിക്കുന്ന ഒരു കലയാണ് മുടിയേറ്റ്. ഓക്കെ. കേരളത്തിൽ നിന്ന് രണ്ടാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം കൂടിയാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയിട്ടുള്ള 2 കലാരൂപങ്ങളുണ്ട്. ഒന്ന് മുടിയേറ്റ്, 2 കൂടിയാട്ടം. അത് എപ്പോഴും ഓർത്തോണം. രണ്ടിലും സിമിലാരിറ്റി ഉള്ള 2 കലകളാണ്. ഒന്ന് കൂടിയാട്ടം, 2 മുടിയേറ്റ്. അപ്പം ആദ്യത്തത് കൂടിയാട്ടമാണ്. ഒന്നാമത്തത് കൂടിയാട്ടം, രണ്ടാമത്തത് മുടിയേറ്റ്. അതും ഓർത്ത് വെച്ചോണം. അങ്ങനെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇടം നേടിയത് അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം കൂടിയിട്ടാണല്ലോ പിന്നെ മുടിയിട്ട് ആട്ടുന്നത്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. എല്ലാവരും കൂടി നിന്നു പിന്നെ മുടി ആട്ടുന്നു, അല്ലെങ്കിൽ മുടിയേറ്റാണ് കേട്ടോ. മുടിയേറ്റ്. കൂടിയാട്ടും മുടിയേറ്റുമാണ്. മുടിയേറ്റ്. അപ്പം ആദ്യം എല്ലാവരും കൂടി ചേർന്നു കൂടിയാട്ടം, അത് കഴിഞ്ഞിട്ട് മുടിയേറ്റ്. അങ്ങനെ ഓർത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ തന്നെ കാ കഴിഞ്ഞിട്ടില്ലേ മാ വരണേ. അപ്പം ആദ്യം കൂടിയാട്ടം, രണ്ടാമത് മുടിയേറ്റ്, മറക്കരുതേ. ഇനി പടയണി, നമ്മുടെ ചോദ്യത്തിന്റെ പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള ഒരു അനുഷ്ഠാന കലയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇത് അനുഷ്ഠിക്കുന്നത്. ദക്ഷിണ കേരളത്തിലെ കടമ്മനിട്ട എന്ന് പറഞ്ഞ സ്ഥലം പടയണിയുമായിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആണ്. കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇന്നും അരങ്ങേറുന്നു ഈ പറഞ്ഞ പടയണി. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാദ്യം പടയണിയിൽ ഉപയോഗിക്കുന്നത് തപ്പാണ്. തപ്പ് പ്രധാനപ്പെട്ട ഒരു വാദ്യമാണ് പടയണിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി അർജുന നൃത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലാണ് അർജുന നൃത്തം അരങ്ങേറുന്നത്. തെക്കൻ കേരളത്തിലെ കോട്ടയത്തും ആലപ്പുഴയിലുമാണ് പ്രധാനമായിട്ടും ഇത് പ്രചാരത്തിലിരിക്കുന്നത്. ഈ അനുഷ്ഠാന നൃത്ത കലയാണ്. മയിൽപ്പിലി തൂക്കം, തൂക്കം പയറ്റ് എന്നീ പേരുകളും ഇതിനകത്തുണ്ട്. മയിൽപ്പിലി തൂക്കമെന്നും തൂക്കം പയറ്റ് എന്നൊക്കെ പറയുന്നത് ഈ അർജുന നൃത്തത്തെയാണ്. അർജുന നൃത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ഥലം ഓർക്കേണ്ടത് മധ്യ കേരളമാണ്. ഏകദേശം കോട്ടയം, ആലപ്പുഴ ജില്ലകളാണ്. ദക്ഷിണ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്നു. ദക്ഷിണ കേരളത്തിൽ അപ്പം താഴേന്ന് വരുമ്പോൾ കോട്ടയം, ആലപ്പുഴകളിലാണ് പ്രധാനമായിട്ട് ഇത് പ്രചാരത്തിലുള്ളത് കേട്ടോ. എറണാകുളം സൈഡിലോട്ട് മധ്യത്തിലേക്ക് വന്നിട്ടില്ല. സൗത്തിൽ തന്നെയാണ് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പ്രചാരമായിട്ടുള്ള കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന പ്രധാനപ്പെട്ട ഈ മയിൽപ്പിലി തൂക്കുന്നും തൂക്കം പയറ്റുന്നും ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് ഏത്? അർജുന നൃത്തം. മറക്കരുത്, അർജുന നൃത്തം. ഇനി തോൽപ്പാവക്കൂത്ത് എവിടെയാണ്? പാലക്കാട്, പൊന്നാനി പ്രദേശങ്ങളിലാണ്. അപ്പോൾ തോൽപ്പാവക്കൂത്ത് വരുമ്പോൾ പാവക്കൂത്ത് പാലക്കാട് എന്ന് കണക്ട് ചെയ്യാം. പാലക്കാട്, പൊന്നാനി പ്രദേശങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്നത്. അടുത്തത് മുടിയാട്ടം. അപ്പം മുടിയേറ്റുമായിട്ട് മാറിപ്പോരുത്. മുടിയാട്ടം വേറെയാണ്, മുടിയേറ്റ് വേറെയാണ്. മുടിയേറ്റാണ് യുനെസ്കോയുടെ ആ ഒരു ലിസ്റ്റിലുള്ളത്. മുടിയേറ്റാണ്. ഇത് മുടിയാട്ടമാണ്. സ്ത്രീകളെ വഴിപാടായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഈ മുടിയാട്ടം എന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിലാണ് മുടിയാട്ടം പ്രധാനമായിട്ടും ഉള്ളത്. വടക്കൻ കേരളത്തിലെ മുടിയാട്ടം എന്നറിയപ്പെടുന്നത് നീലിയാട്ടമാണ്. ഓക്കെ. അപ്പോൾ തെക്കൻ കേരളത്തിലാണ് പ്രധാനമായിട്ടും മുടിയാട്ടം ഉള്ളത്. നമ്മൾ നേരത്തെ മുടിയേറ്റ് കണ്ടിരുന്നു. മുടിയേറ്റും തെക്കൻ കേരളത്തിലും കൊച്ചിയിലും തന്നെയാണ്. കേരളത്തിൽ നിന്ന് രണ്ടാമത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് മുടിയേറ്റാണ്. ഇത് മുടിയാട്ടമാണ്. മുടിയാട്ടം തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് പ്രചാരമായിട്ടുള്ളത്. ഓക്കെ. മുടിയാട്ടം എന്ന് പറഞ്ഞത് തെക്കൻ കേരളത്തിലാണ്. നീലിയാട്ടം എന്നൊരു പേരും ഈ പറഞ്ഞ മുടിയാട്ടത്തിനുണ്ട് കേട്ടോ. നീലിയാട്ടം എന്നൊരു പേരും ഉണ്ട്. ഓക്കെ. സ്ത്രീകൾ വഴിപാടായിട്ട് അവതരിപ്പിക്കുന്നതാണ് മുടിയാട്ടം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കേരളത്തിലെ ഏത് ജില്ലയിലാണ് കന്യാർകളി അഥവാ പൊന്നാനക്കളി എന്ന് പറഞ്ഞൊരു അനുഷ്ഠാന കല പ്രചാരത്തിലുള്ളത്? കന്യാർകളി ഇമ്പോർട്ടൻ്റ് ആണ്. കന്യാർകളി എവിടെയാണ്? കന്യാർകളി പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ തോൽപ്പാവക്കൂത്ത് കണ്ടല്ലോ. തോൽപ്പാവക്കൂത്ത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ
പാലക്കാട് പൊന്നാനി പ്രദേശങ്ങളാണ് തോൽപ്പാവക്കൂത്ത് കാണുന്നത്. ഇവിടെ കന്യാർകളിയും പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, ഇനി പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലെ വേറൊരു ഫേമസ് ആയിട്ടുള്ള അനുഷ്ഠാന കലയാണ് കുമ്മാട്ടി. അപ്പോൾ ഏതൊക്കെയാണ് പാലക്കാട് നമ്മൾ കണ്ടത്? ഒന്ന് തോൽപ്പാവക്കൂത്ത് കണ്ട്, പിന്നെ കന്യാർകളി കണ്ടു. ഇത് നമ്മുടെ കുമ്മാട്ടിയും പാലക്കാട് ജില്ലയിലാണ്. പടയണി എന്ന അനുഷ്ഠാന കളിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഏതാണ്? തപ്പാണ്. പടയണിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം തപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കലകളാണ് കണ്ടത്. തെയ്യം നമുക്കറിയാം വടക്കൻ കേരളത്തിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ തിറ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ദേവീനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അനുഷ്ഠാന കലാരൂപമാണ് തിറ. തിറയിലാണ് നമ്മൾ തുടങ്ങിയത്, ദേവതകളെ പ്രീതിപ്പെടുത്താനുള്ളതാണ്. തിറ എവിടെയാണ്? തിറ എന്ന് പറയുന്നത് ദേവതകളെ പ്രീതിപ്പെടുത്താനാണ്. പടയണിയിലെ പോലെ തന്നെ ദേശവാസികളുടെ മൊത്തം പങ്കാളിത്തത്തോടെ വടക്കൻ കേരളത്തിൽ. അപ്പോൾ തിറ എവിടെയാണ്? വടക്കൻ കേരളത്തിലാണ്. തെയ്യവും വടക്കൻ കേരളത്തിൽ തന്നെയാണ്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം ഉണ്ടായിട്ടുള്ളത്. മുടിയേറ്റ് എന്ന് പറയുമ്പോഴേക്കും കൊച്ചിയിലും അതുപോലെ തെക്കൻ കേരളത്തിലേക്ക് വരുന്നുണ്ട്, യുനെസ്കോയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. പിന്നെ പടയണി ആണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ കടമനിട്ട, പിന്നെ ഓതറ, മധ്യ തിരുവിതാംകൂറിലാണ് പടയണി വന്നിട്ട്. തപ്പ് പ്രധാനപ്പെട്ട വാദ്യമാണ്. അർജുന നൃത്തം ആണെങ്കിലും കോട്ടയം, ആലപ്പുഴ പ്രദേശങ്ങളിലാണ് കാണുന്നത്. അതിൻ്റെ വേറെ പേരാണ് മയിൽപ്പീലി തൂക്കവും തൂക്കം പയറ്റും. പിന്നെ തോൽപ്പാവക്കൂത്ത് പാലക്കാട് പൊന്നാനി പ്രദേശങ്ങളിൽ, മുടിയാട്ടം സ്ത്രീകൾ വഴിപാടായിട്ട് നടത്തുന്നത് തെക്കൻ കേരളത്തിലാണ്. പിന്നെ വടക്കൻ കേരളത്തിൽ മുടിയാട്ടത്തിൻ്റെ പേര് നീലിയാട്ടം എന്നാണ്. പിന്നെ നമ്മുടെ കന്യാർകളി പാലക്കാടാണ്. തോൽപ്പാവക്കൂത്ത് പാലക്കാട് പൊന്നാനിയിലാണ്. പിന്നെ കുമ്മാട്ടി പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ്. പടയണിയിൽ ഉപയോഗിക്കുന്ന തപ്പ്. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞതെല്ലാം തന്നെ കേട്ടോ. അടുത്ത ചോദ്യം, കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ചട്ടമ്പിസ്വാമി, വാഗ്ഭ്രാന്തൻ, തൈക്കാട്ടയ്യവ, അയ്യ വൈകുണ്ഠസ്വാമികൾ. ആരാണ് അത്? അയ്യ വൈകുണ്ഠസ്വാമികളാണ്. നമ്മുടെ SCERT ഒരു ചാപ്റ്റർ ഉണ്ട്, നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞിട്ട്. ഈ ചാപ്റ്ററിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എപ്പോഴും ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിലെ പോയിന്റ്സ് കൂടെ ഞാനൊന്ന് പറയുകയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് കണക്കാക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. എവിടെയാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്? കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അയിത്തത്തിനെതിരെ പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ഈ പറഞ്ഞ വൈകുണ്ഠസ്വാമികൾ. അപ്പൊ കന്യാകുമാരിയിലാണ് ജനിച്ചത്, ശാസ്താംകോയിൽ. അയിത്തത്തിനെതിരെ അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തിയാണ് പൊതു കിണറുകൾ കുഴിച്ചു എന്നുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് അദ്ദേഹത്തെ കണക്കാക്കാവുന്നതാണ്. ഓക്കെ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പൊ അതും PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സമപന്തി ഭോജനം, സമ എന്ന് കേൾക്കുമ്പോൾ വൈകുണ്ഠസ്വാമിനെ ഒന്ന് കണക്ട് ചെയ്യണം. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളുടേതാണ് കേട്ടോ. സമപന്തി ഭോജനം, പന്തിഭോജനം വേറെയുണ്ട്, തൈക്കാട്ടയ്യവ സ്വാമികളാണ്. പ്രീതിഭോജനം വേറെയാണ്, അത് വാഗ്ഭടാനന്ദനാണ്. മിശ്രഭോജനം വേറെയാണ്, അത് സഹോദരൻ അയ്യപ്പനാണ്. ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, സമപന്തി ഭോജനം ആരുടെയാണ്? അത് വൈകുണ്ഠസ്വാമികളുടെയാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും പ്രതികരിക്കാൻ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അപ്പൊ ഈ സംഘടന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രതികരിച്ചത്? മേൽമുണ്ട് ധരിക്കാനായിട്ട് അവകാശമില്ലായിരുന്ന കാലത്തില്, ക്ഷേത്രപ്രവേശനത്തിന് അനുവാദമില്ലായിരുന്ന കാലത്തില്, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചൊരു സംഘടനയാണ് വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം എന്ന് പറയുന്നത്. അതുപോലെ ചാന്നാർ ലഹളയ്ക്ക് വളരെയധികം പ്രചോദനം കൊടുത്തിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലും വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ചാന്നാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാലും വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ വൈകുണ്ഠസ്വാമികളുടെ ഫേമസ് ആയിട്ടുള്ള സ്ലോഗനാണ് വേല ചെയ്താൽ കൂലി കിട്ടണം. ഇങ്ങനെ പറഞ്ഞത് ആര്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? വെണ്ണീച ഭരണം എന്നാണ്. അപ്പൊ വൈകുണ്ഠസ്വാമികളെ പറ്റിയുള്ള പോയിന്റ്സ് ഇപ്പൊ തന്നെ പഠിക്കുക. അറിയില്ലാത്തവർ, കന്യാകുമാരിയിൽ ശാസ്താംകോയിലിൽ ജനിച്ചു. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പൊതുകിണറുകൾ കുഴിച്ച് അദ്ദേഹം അയിത്തത്തിനെതിരെ പ്രതികരിച്ചു. അദ്ദേഹം ചാന്നാറുകളിലേക്ക് പ്രചോദനം കൊടുത്തു. മേൽമുണ്ട് ധരിക്കാൻ അനുവാദം കിട്ടാത്തതിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും എല്ലാം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സമത്വ സമാജം പ്രതികരിച്ചു. സമപന്തി ഭോജനം നടത്തിയിട്ടുണ്ട്. അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതേപോലെ ഈ ബുക്കിൽ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ചട്ടമ്പിസ്വാമികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് ജനിച്ചത്. അദ്ദേഹം സമാധിയായത് കൊല്ലം ജില്ലയിലാണ്, പന്മനയിലാണ് സമാധിയായിട്ടുള്ളത്. കണ്ണമൂലയിൽ തിരുവനന്തപുരത്ത് ജനിക്കുന്നു, കൊല്ലത്ത് പന്മനയിൽ സമാധിയാകുന്നു. ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിക്കണം എന്ന് എന്ന് വാദിച്ച പരിഷ്കർത്താവാണ് അദ്ദേഹം. അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന കോമൺ പ്രോബ്ലം ആയിരുന്നു ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത്. അധസ്ഥിതർക്ക് കോമൺ ആയിട്ട് അന്ന് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയ അയ്യങ്കാളിയെയും അതുപോലെ തന്നെ ഈ സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും നമ്മളിവിടെ ഒരുമിച്ച് ഓർക്കേണ്ടതാണ്. ഇവിടെ ചട്ടമ്പിസ്വാമികളും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്.
വേദാധികാര നിരൂപണം പലതവണ PSC ചോദിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം. അതുപോലെ പ്രാചീന മലയാളം രണ്ടും ചോദിച്ചിട്ടുണ്ട്, ചട്ടമ്പിസ്വാമികൾ എഴുതിയിട്ടുള്ളതാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ ആരുടെ വാക്കുകളാണ്? അപ്പൊ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് വൈകുണ്ഠസ്വാമി പറഞ്ഞെങ്കിൽ ചട്ടമ്പിസ്വാമിയുടെ വാക്കുകൾ എന്താണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഇപ്പൊ സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ആ വിദ്യ വെച്ചിട്ട് ചട്ടമ്പിസ്വാമി എന്ത് പറഞ്ഞു? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ശ്രീനാരായണ ഗുരുവിന്റെയും ഉണ്ട് സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക. അപ്പൊ അവിടെ വിദ്യയും വ്യവസായവും ഒക്കെ വന്ന് ഇവിടെ അത് തന്നെ വരുന്നുണ്ട്. ചട്ടമ്പിസ്വാമിയുടെ ആകുമ്പോൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. എല്ലാം കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? അപ്പോൾ നമ്മുടെ കലാ സംസ്കാരം എന്ന് പറഞ്ഞോടത്ത് നമ്മുടെ സിനിമയൊക്കെ നേരത്തെയൊക്കെ ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ വന്നിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വീണ്ടും വന്നിട്ടുണ്ട്. മികച്ച നടനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്ന് നേടിയിട്ടുള്ള ആളാണ് ആര്? PJ ആന്റണി. നമ്മുടെ ചോദ്യം ആരെന്നുള്ളതല്ല, അത് ഏത് സിനിമയ്ക്കാണ് PJ ആന്റണിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയെന്നാണ്. പിറവി, പൊന്തന്മാട, നിർമാല്യം, നെയ്ത്തുകാരൻ ഏതാണ് കൃതി? റൈറ്റ് ആൻസർ. ഏതാണ് സിനിമ? റൈറ്റ് ആൻസർ നിർമാല്യമാണ്. നിർമാല്യം സിനിമയ്ക്കാണ് PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. അപ്പൊ മികച്ച നടനുള്ള ദേശീയ അവാർഡ് എത്ര മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. PJ ആന്റണിക്ക് ആദ്യമായിട്ട് 1973 നിർമാല്യത്തിന് ദേശീയ അവാർഡ് കിട്ടുന്നു. പിന്നെ 1977 കൊടിയേറ്റം എന്ന് പറഞ്ഞ സിനിമയിലെ ഗോപി അല്ലെ, നമ്മുടെ മുരളി ഗോപിയുടെ ഫാദർ ഭരത് ഗോപി എന്ന് അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഗോപി അദ്ദേഹത്തിന് കൊടിയേറ്റം സിനിമയിൽ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് മികച്ച നടന്. ദെൻ ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 1980 ബാലങ്കി നായർ ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട്. നമ്മുടെ പഴയ വില്ലൻ അല്ലെ ബാലങ്കി നായർ ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട്. പിന്നെ പിറവി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പ്രേംജിക്ക് ദേശീയ അവാർഡ് 1988 പിറവി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് പ്രേംജിക്കാണ്. ഇനി നമ്മുടെ മമ്മൂട്ടിക്ക് മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ ഈ ചിത്രങ്ങൾക്ക് 1989 ദേശീയ അവാർഡ് കിട്ടും. ഇനി ഇങ്ങോട്ട് നിങ്ങൾക്ക് പിന്നെ ഓർക്കാൻ പറ്റും. അപ്പൊ പഴയ ഈ 4 ഒരുമിച്ച് പഠിച്ചു വെക്കുക. നിർമാല്യത്തിന് PJ ആന്റണിക്ക്, പിറവി എന്ന് പറഞ്ഞ ചിത്രം നിർമാല്യം കഴിഞ്ഞിട്ട് കൊടിയേറ്റമാണ് ഗോപിക്ക് കൊടിയേറ്റത്തിന്, ബാലങ്കി നായർക്ക് ഓപ്പോൾ എന്ന് പറഞ്ഞ മൂവിക്കാണ്, പിറവിക്ക് പ്രേംജിക്ക് കിട്ടുന്നു. ഇനി മമ്മൂട്ടി മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, മോഹൻലാലിന് ഭരതം എന്ന് പറഞ്ഞ ചിത്രത്തിൽ 1991 ദേശീയ അവാർഡ് കിട്ടി മികച്ച നടന്. ദെൻ അഗെയിൻ മമ്മൂട്ടിക്ക് കിട്ടിയ 1993 പൊന്തന്മാട ആൻഡ് വിധേയൻ. അപ്പോൾ ഇവർ മത്സരിച്ചാണല്ലേ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 89 മമ്മൂട്ടിക്ക് മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, അത് കഴിഞ്ഞിട്ട് 91 മോഹൻലാലിന് ഭാരതത്തിന്, വീണ്ടും മമ്മൂട്ടിക്ക് 93 പൊന്തന്മാടയ്ക്കും വിധേയനുമാണ് ദേശീയ അവാർഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞ പിന്നെ ആർക്ക് കിട്ടണം? സുരേഷ് ഗോപി അല്ലെ. 1997 കളിയാട്ടം എന്ന് പറഞ്ഞ ചിത്രത്തിൽ സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടുന്നു. പിന്നെ 97 തന്നെ മറ്റൊരാൾക്ക് കിട്ടുന്നു, ബാലചന്ദ്ര മേനോൻ. കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം അല്ലെ. അപ്പോൾ ആ ബാലേന്ദ്ര മേനോന് സമാന്തരങ്ങൾക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ 99 വാനപ്രസ്ഥത്തിന് മോഹൻലാലിന് മികച്ച നടനുള്ള അവാർഡ് വീണ്ടും കിട്ടുന്നു. വാനപ്രസ്ഥം മമ്മൂട്ടിക്ക് 2 തവണയായി, മോഹൻലാലിന് 2 തവണയായി അല്ലെ വാനപ്രസ്ഥത്തിന്. ദെൻ നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞ മൂവിക്ക് 2001 മുരളിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടി. നെയ്ത്തുകാരന് മുരളിക്ക്. ദെൻ സലിംകുമാറിന് 2010 മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദാമിന്റെ മകൻ അബു എന്ന് പറഞ്ഞ ചിത്രത്തിന് കിട്ടുന്നു. അതിനുശേഷം 2013 കിട്ടിയത് ആർക്കാണ്? സുരാജ് വെഞ്ഞാറമൂടിന് പേരറിയാത്തവർ എന്ന് പറഞ്ഞ മൂവിക്കാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത്, സുരാജ് വെഞ്ഞാറമൂട്. ഓക്കെ, ഇനി മികച്ച നടിമാര് അല്ലെ, മലയാളത്തിൽ നിന്നുള്ള നടിമാർക്ക് ആർക്കൊക്കെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത്? ശാരദ 1968 തുലാഭാരം. പിന്നെ ശാരദയ്ക്ക് 1972 സ്വയംവരം, 2 തവണ തുലാഭാരം സ്വയംവരം, രണ്ടും രമ്മാണ് ലാസ്റ്റ് അല്ലേ. തുലാഭാരം 68, സ്വയംവരം 72. ദെൻ നഗശതങ്ങൾ എന്ന് പറഞ്ഞ മൂവിക്ക് 86 മോനിഷയ്ക്ക് ദേശീയ അവാർഡ് കിട്ടി മികച്ച നടിക്ക്. പിന്നെ നമ്മുടെ 93 മണിച്ചിത്രത്താഴിലെ ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടി. ശോഭനയ്ക്ക് 93 ഇവിടെ ഒരു നടനും കിട്ടിയിട്ടില്ലേ? 93 നമ്മുടെ മമ്മൂട്ടിക്ക് പൊന്തന്മാടയ്ക്കും വിധേയനും കിട്ടിയത്. അതേ വർഷം 93 ശോഭനയ്ക്ക് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ മൂവിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടുന്നത്. ദെൻ മീര ജാസ്മിനാണ് പാഠം 1 ഒരു വിലാപം എന്ന് പറഞ്ഞ ചിത്രത്തിൽ 2003 ദേശീയ അവാർഡ് കിട്ടുന്നത്. പാഠം 1 ഒരു വിലാപം. പിന്നെ മിന്നാ മിനുങ്ങ് ദ ഫയർഫ്ലൈ ആ ചിത്രത്തിന് 2016 സുരഭി ലക്ഷ്മി മികച്ച നടിയായി. ദേശീയ അവാർഡ് സുരഭി ലക്ഷ്മിക്ക് കിട്ടുന്നത് ഏതിനാണ്? മിന്നാ മിനുങ്ങ് ദ ഫയർഫ്ലൈ 2016. ഓക്കെ, അപ്പോൾ അതിനുശേഷം തെലുങ്കിൽ നിന്ന് മഹാനടി എന്ന് പറഞ്ഞ ചിത്രത്തിൽ 2018 കീർത്തി സുരേഷിന് കിട്ടുന്നുണ്ട്
അല്ലേ? കീർത്തി സുരേഷിന് തെലുങ്ക് എന്നാണ് മഹാനടി എന്നുള്ള ചിത്രത്തിന്. പിന്നെ അപർണ ബാലമുരളി മലയാളം നടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് തമിഴ് ചിത്രമാണെങ്കിലും. സുരൈ പോട്ടർ എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിന് 2020 അപർണ ബാലമുരളിക്ക് കിട്ടി. അപ്പോൾ ശാരദയ്ക്ക് 2 തവണ കിട്ടി. പിന്നെ മോനിഷയ്ക്ക്, ദെൻ ശോഭന കഴിഞ്ഞിട്ട് മീര ജാസ്മിനാണ് അല്ല അവാർഡ് കിട്ടുന്നത്. മീര ജാസ്മിന്, ദെൻ സുരഭി ലക്ഷ്മിക്ക്, കീർത്തി സുരേഷ് ആൻഡ് ഫൈനലി അപർണ ബാലമുരളിയിൽ എത്തി നിൽക്കുകയാണ് ദേശീയ അവാർഡ് നേടിയ മികച്ച നടിമാർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൻ ജുമാ മസ്ജിദ് എവിടെയാണ്? ഭീമാപ്പള്ളി, കൊടുങ്ങല്ലൂർ, മലപ്പുറം, കോഴിക്കോട്. നമ്മുടെ സിലബസിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പള്ളികൾ, മുസ്ലിം പള്ളികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇതൊക്കെ തന്നിട്ടുള്ളതാണ്. നിങ്ങൾ പഠിക്കാത്തവർ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, പള്ളികളൊക്കെ നോക്കിയിട്ട് പോവുക. സംസ്കാരം കൃത്യമായിട്ട് നമുക്കത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൻ ജുമാ മസ്ജിദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കൊടുങ്ങല്ലൂരാണ്. സ്ഥലം കൊടുങ്ങല്ലൂരാണ്. ഓക്കെ. ചേരമൻ ജുമാ മസ്ജിദ് കേരള സംസ്ഥാനത്തെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പള്ളിയാണ്. ചരിത്രപരമായ ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഈ പള്ളി AD 629 മാലിക് ബിൻ ദിനാർ 629 മാലിക് ബിൻ ദിനാർ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെടുന്നു. അതിനാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് ഇതെന്നും. AD 629 ആണല്ലോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലവിൽ ഉപയോഗത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണെന്നും അവകാശപ്പെടുന്നു. ഏത് പള്ളിയാണ്? തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരുള്ള ചേരമൻ ജുമാ മസ്ജിദ് 629 മാലിക് ബിൻ ദിനാർ നിർമ്മിച്ചത്. ഓക്കെ. ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കിൽ ഒരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? നമ്മൾ പഠിക്കുന്ന മറ്റൊരു സോഷ്യൽ റിഫോമറെ പറ്റി പഠിച്ചു വരുമ്പോഴാണ് നമ്മളിത് പഠിക്കുന്നത്. ഇവിടെ ദേശാഭിമാനി, മാതൃഭൂമി, കേസരി, സ്വദേശാഭിമാനി 4 ദിനപത്രങ്ങൾ തന്നിട്ടില്ലേ. ആ പത്രത്തിന്റെ ടൈറ്റിലാണ് ഇങ്ങനെ, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കിൽ ഒരു നാടിനെ. ആരുടേതാണ്? ഏത് പത്രമാണ്? റൈറ്റ് ആൻസർ വന്നിട്ട് ഇത് സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ ചിത്രമാണ്. ആരുടെയാണ് എന്ന് പറഞ്ഞ പത്രമാണ്. ആരുടെയാണ് സ്വദേശാഭിമാനി? വക്കം മൗലവിയുടെ പത്രമാണ്. അപ്പോൾ വക്കം മൗലവി നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് വക്കം മൗലവി. അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയൊക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട്. വക്കം മൗലവിയുടെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. 5 തെങ്ങിലാണ് ഈ പത്രം സ്ഥാപിതമായത്. 1905 5 തെങ്ങിൽ ജനുവരി 19-ാം തീയതി 5 തെങ്ങിൽ സ്ഥാപിച്ചു. 1906 ഇത് വക്കത്തേക്ക് മാറ്റുന്നു. 5 തെങ്ങിൽ സ്ഥാപിച്ചു, വക്കത്തേക്ക് മാറ്റുന്നു. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. 1907 തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. ഈ പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ, ഫസ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ രാമകൃഷ്ണ പിള്ള അല്ല, CP ഗോവിന്ദ പിള്ളയാണ് ഫസ്റ്റ് എഡിറ്റർ. സ്വദേശാഭിമാനി പത്രം രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ എഡിറ്റർ ആയത് 1906 ഓക്കെ. അപ്പൊ ആദ്യത്തെ എഡിറ്റർ ആയത് ആരായിരുന്നു? CP ഗോവിന്ദ പിള്ളയായിരുന്നു ആദ്യത്തെ എഡിറ്റർ. ഗോവിന്ദ പിള്ളയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1906 ജനുവരി 17 ഇതിന്റെ എഡിറ്റർ ആയിട്ട് ആര് വരുന്നു? രാമകൃഷ്ണ പിള്ള വരുന്നു. അദ്ദേഹത്തിന്റെ പേര് തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. CP ഗോവിന്ദ പിള്ള ആര്യഭൂഷണം എന്ന പത്രത്തിന്റെ പത്രാധിപത്യം സ്വീകരിച്ചപ്പോഴാണ് നമ്മുടെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരാകുന്നത്. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ 1910 നിരോധിക്കുകയുണ്ടായി. പത്രം കണ്ടുകെട്ടി. 1905 സ്ഥാപിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ പത്രത്തിൽ അവർക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വന്നപ്പോൾ ആ പത്രം അവർ കണ്ടുകെട്ടുകയുണ്ടായി. ഓക്കെ. അപ്പൊ ആ പത്രത്തിലാണ് ഇങ്ങനെ ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കിൽ ഒരു നാടിനെ എന്ന മുഖക്കുറിപ്പോട് കൂടിയിട്ടാണ് ആ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്, സ്വദേശാഭിമാനി പത്രം. സാമൂഹികമായിട്ട് പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? വക്കമൗലവി. വക്കമൗലവി പറഞ്ഞു, ചട്ടമ്പി സ്വാമി പറഞ്ഞില്ലേ വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഇവിടെ വക്കമൗലവി പറഞ്ഞിട്ട് സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? വിദ്യാഭ്യാസമാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് വക്കമൗലവി പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ആവശ്യത്തിന് മതവിദ്യാഭ്യാസം ഉണ്ട്. അപ്പൊ അതോടൊപ്പം എന്തുകൂടെ വേണം? ഭൗതിക വിദ്യാഭ്യാസം കൂടെ നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞത് വക്കമൗലവിയാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞു വക്കമൗലവി. എന്താ വക്കമൗലവി പറഞ്ഞത്? സമ്പന്നർ പാവങ്ങൾക്ക് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് വക്കമൗലവി പറഞ്ഞു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിച്ച് സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വക്കമൗലവി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം രണ്ടും പ്രോത്സാഹിപ്പിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാണ്. ശ്രദ്ധിക്കണേ, ഏതൊക്കെ ഭാഷയുള്ള? മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ ഈ 5 ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു നവോത്ഥാന നായകനാണ് ആര്? വക്കം മൗലവി. മുസ്ലിം ഐക്യ സംഘം സ്ഥാപിക്കപ്പെട്ടത് എവിടെ? അദ്ദേഹം സ്ഥാപിച്ചതാണ്. വക്കം മൗലവിയുടെയാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിക്കപ്പെട്ടത്. കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര്.
സ്വദേശാഭിമാനി പത്രം 1905 ആരംഭിച്ചത് വക്കം മൗലവിയാണ്. അദ്ദേഹത്തിന്റെ മറ്റ് മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അൽ ഇസ്ലാം ആരുടെ? വക്കം മൗലവിയുടെ. മുസ്ലിം എന്ന് പറഞ്ഞ മാസികാരുടെ? വക്കം മൗലവിയുടെ. അതുപോലെ സ്വദേശാഭിമാനി വക്കം മൗലവിയുടെയാണ്. ഈ പത്രം കണ്ടുകെട്ടിയത് 1910 ഈ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണ പിള്ള. ഓക്കെ. കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ആരുടെ വരികളാണ്? അടുത്തതാണ് കേട്ടോ. അടുത്തൊരു സോഷ്യൽ ഫോമറിന് നമ്മൾ ആ ബുക്കിലുള്ളതാണ്, നമ്മുടെ SCRT-യിലുള്ളതാണ്. പൊയ്കയിൽ കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ കുമാരഗുരുദേവൻ, അദ്ദേഹത്തിന്റെ വരികളാണ്. കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അനേക വംശത്തിന്റെ ചരിത്രങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ വംശത്തെ പറ്റിയിട്ട് ഒരക്ഷരവും കാണുന്നില്ല എന്ന് പറഞ്ഞ ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ഓക്കെ. ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. എന്താ പറഞ്ഞത്? ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞത് കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ ജനിച്ചത് തിരുവല്ലയിലെ ഇരവിപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS ഇത് സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് മാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യത്തോടെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരെന്ന് ചോദിച്ചാലും കുമാരഗുരുദേവൻ തന്നെയാണ്. പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല, കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അതുപോലെ തിരുവല്ലയിലെ ഇരവിപേരൂർ ജനിച്ച അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ. ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയിട്ടുണ്ട്. എന്ത് മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ്? സമാധാനം ലോകത്തിന് സമാധാനം. എവിടെ നിന്ന്? മാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഇത് ചോദിച്ചിട്ടുണ്ട് പലതവണ. ആരാണ്? വാഗ്ബടാനന്ദൻ്റെതാണ് ആത്മവിദ്യാസംഘം. വാഗ്ബടാനന്ദൻ്റെതാണ് ആത്മവിദ്യാസംഘം. ഓക്കെ. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകനാണ് ആര്? വാഗ്ബടാനന്ദൻ. എന്തൊക്കെയാണ്? സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം തന്നെ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ പുരുഷ സമത്വത്തിനൊക്കെ പ്രാധാന്യം നൽകിയ ആര്? വാഗ്ബടാനന്ദൻ. ഓക്കെ. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാ? പൊയ്കയിൽ യോഹന്നാന്റെ. അതുപോലെ മുസ്ലിം ഐക്യസംഘം മുന്നേ നമ്മൾ കണ്ടത് ആരുടെയാ? വക്കം മൗലവിയുടെ. അപ്പൊ ഇവിടെ നമ്മുടെ വാഗ്ബടാനന്ദന്റെ ഏതാണ്? ആത്മവിദ്യാസംഘം അല്ലെ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഓക്കെ. ഇനി തോൾവിറക് സമരം നടത്തിയത് ആര്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ കാർത്തിയാനി അമ്മയുടെ നേതൃത്വത്തിലാണ് തോൾവിറക് സമരം. ഒന്ന് ഓർത്തോണേ, കാസർഗോഡാണ് കേട്ടോ ഈ തോൾവിറക് സമരം. കാസർഗോഡ് ചീമേനിയിലാണ്. ചീമേനി എവിടെ? ഒരു എക്സാമിനേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചീമേനി കണ്ണൂരാന്ന് പറഞ്ഞിട്ട് റീസെന്റ് നടന്ന എക്സാമിനേഷൻ. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അവർ തപ്പുന്നുണ്ടെന്ന് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ തോൾവിറക് സമരം നടത്തിയത് ഓക്കെ ആരുടെ നേതൃത്വത്തിലാണ്? കാർത്തിയാനി അമ്മയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ മറ്റൊരു സമരം മേച്ചിൽ പുള്ളി സമരം, അത് കണ്ടകൈ ഗ്രാമത്തിലാണ്. അത് കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ്. അതെവിടെയാ? കണ്ണൂരാണ്. അപ്പൊ രണ്ട് മാറിപ്പോണ്ട. ഈ വിറകൊക്കെ എവിടെയാ? ചീമേനി കാസർഗോഡാണ്. മറ്റേ മേച്ചിൽ പുല്ലാണ് കണ്ണൂരുള്ളത്. അത് കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ കണ്ടകൈ ഗ്രാമത്തിലാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത്. ഋതുമതി എന്ന് പറഞ്ഞ നാടകമാണെങ്കിൽ പ്രേംജി MR ഭട്ടതിരിപ്പാട്. ഋതുമതി പ്രേംജിയുടെയാണ്, VT ഭട്ടതിരിപ്പാടിനെയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഓക്കെ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളെ 3 പേരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം 3 പേരും നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കവർ ചെയ്ത ചോദ്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏരിയ മനസ്സിലായിട്ടുണ്ടാവും. പ്രശസ്തമായിട്ടുള്ള വരികൾ, കവികൾ, അവരുടെ കൃതികൾ അതെന്താണെങ്കിലും നോക്കണം. ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങൾ, പള്ളികൾ, മുസ്ലിം പള്ളികളൊക്കെ അതിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ സോഷ്യൽ റിഫോമേഴ്സ്, നമുക്കിവിടെ വക്കം മൗലവിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശാഭിമാനിയെ കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ കുമാരനാശാനിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ റിഫോമേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കലാരൂപങ്ങൾ, പടയണി, തിറ, തെയ്യം, മുടിയേറ്റ്,
കൂടിയാട്ടം, ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ കൃത്യമായിട്ടുള്ള സിലബസ് തന്നെയാണ്. ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും സിലബസ് കൃത്യമായിട്ട് നോക്കിയിട്ട് ആർട്ട് ആൻഡ് കൾച്ചർ പഠിച്ചു പോയിട്ടുള്ളവർക്ക് ഫുൾ മാർക്ക് വാങ്ങാവുന്ന ഒരു ചോദ്യപേപ്പറായിട്ട് തന്നെയാണ് തോന്നുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെയാണ് ആർട്ട് ആൻഡ് കൾച്ചറിലെ ചോദ്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത എക്സാമിനേഷന് പോകുന്നവർ ഈ ഭാഗം നോക്കിയിട്ടില്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ്, അതുപോലെ കേരളത്തിലെ അനുഷ്ഠാന കലാരൂപങ്ങൾ, പിന്നെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസിലെ ഫെസ്റ്റിവൽസ്, പള്ളി, മുസ്ലിം പള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഈ ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻസും സംഘടനകളും, സമത്വ സമാജമൊക്കെ ചോദിച്ചില്ലേ, നമ്മുടെ വൈകുണ്ഠസ്വാമികളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, വക്കം മൗലവിയുടെ സ്വദേശ അഭിമാനി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുമാരനാശൻ്റെ കൃതി എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, സംഘടനകൾ, കൃതികളൊക്കെ നോക്കി പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. ബൈ.